തുടർച്ചയായി 9 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നിർമ്മല സീതാരാമൻ. ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച അവതരിപ്പിച്ചു എന്ന പ്രത്യേകതയുമുണ്ട്. ദൈർഘ്യം 1 മണിക്കൂർ 23 മിനിറ്റ്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. 2026 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ്. 2026 ഫെബ്രുവരി 1 മുതൽ മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ 2ാം ഘട്ടം പ്രാബല്യത്തിൽ വരുന്നു. ആദ്യകാല നക്സൽ നേതാവും 1968 തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൻ്റെ സൂത്രധാരനുമായിരുന്ന വെള്ളത്തുകൽ സ്റ്റീഫൻ അന്തരിച്ചു. ഭാരതരത്ന ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ അഡ്വക്കേറ്റ് ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് സെൻ്റർ നവി മുംബൈയിൽ ആരംഭിച്ചു. ICBS അഥവാ ഇൻ്റർനാഷണൽ കാർഗോ ബിസിനസ് ഉച്ചകോടിക്ക് വേദിയായത് നെടുമ്പാശ്ശേരി. 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്ന് റംസാർ പട്ടികയിൽ ഇടം നേടിയ തണ്ണീർത്തടങ്ങൾ 2 1 ഉത്തർപ്രദേശിൽ നിന്നും പാട്ന പട്നി സങ്കേതം, ഗുജറാത്തിൽ നിന്നും ചാരി ധാന്ത്. ഇന്ത്യയിൽ നിലവിലാകെ റംസാർ സൈറ്റുകളുടെ എണ്ണം 98. ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത സ്വകാര്യ ഉപഗ്രഹ പ്ലാന്റ് നിലവിൽ വരുന്നത് ഗുജറാത്തിലെ സാനന്ദിൽ. പഞ്ചാബിലെ ജലന്ധർ ജില്ലയിലുള്ള ആദംപൂർ വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് ശ്രീ ഗുരു രവിദാസ് ജി എയർപോർട്ട്. ടെന്നീസ് ചരിത്രത്തിൽ 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളും വിജയിച്ച് കരിയർ സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് അൽക്കാരസ്. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. 2026 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം ആക്ടിംഗ് ലോക്കലി ഫോർ ഗ്ലോബൽ ഇമ്പാക്റ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യൂറോപ്യൻ പര്യടനത്തിൻ്റെ ഭാഗമായി 2026 മെയ്യിൽ ഇന്ത്യയുമായി 17 കരാറുകൾ ഒപ്പുവച്ച രാജ്യം നെതർലാൻഡ്. ഗുജറാത്തിലെ കൽപ്പസർ ജലസേചന പദ്ധതിക്ക് ഡച്ച് സാങ്കേതിക സഹായം ലഭ്യമാക്കും. ചോള കാലഘട്ടത്തിലെ ആനമംഗലം ചെപ്പേടുകൾ ഇന്ത്യക്ക് തിരികെ നൽകും. ത്രിപുരയിൽ ഫ്ലോറികൾച്ചർ മികവിൻ്റെ കേന്ദ്രം ആരംഭിക്കും എന്നിവയാണ് പ്രധാനപ്പെട്ട കരാറുകൾ. ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്. കേരളത്തിൻ്റെ ആദ്യത്തെ AI വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. 2026 മെയ്യിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് വേദിയായത് ന്യൂഡൽഹി. 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രമേയം ബിൽഡിംഗ് ഫോർ റെസിഡൻസ്, ഇന്നൊവേഷൻസ്, കോപ്പറേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ 3ാമത്തെ മലയാളി വനിത എന്ന നേട്ടം സ്വന്തമാക്കിയത് സുഹ്റ സിറാജ്. മലപ്പുറം മഞ്ചേരി സ്വദേശിനിയാണ്. സഫ്രീന ലത്തീഫ്, ശ്രീഷ രവീന്ദ്രൻ എന്നിവരാണ് ഇതിനു മുമ്പ് എവറസ്റ്റ് കീഴടക്കിയ മലയാളി വനിതകൾ. 79ാമത് കാൻ ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള പാം ഡിയോർ പുരസ്കാരം നേടിയത് ക്രിസ്ത്യൻ മുഗ്ലു സംവിധാനം ചെയ്ത ഫ്രോഡ് എന്ന ചിത്രത്തിന്. അടുത്തിടെ ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്ത ദ ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ ദ സ്റ്റോറി ഓഫ് PN പണിക്കർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് PP സത്യൻ. 2026 ഫിഫ അണ്ടർ-17 വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം മൊറോക്കോ. 2026 ഫിഫ അണ്ടർ-20 വനിതാ ലോകകപ്പിൻ്റെ വേദി പോളണ്ട്. 2026 മെയ്യിൽ MG സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് പുരസ്കാരം ലഭിച്ച ചലച്ചിത്ര താരം മമ്മൂട്ടി. അദ്ദേഹത്തെ കൂടാതെ നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ, വാസ്കുലർ സർജൻ ഡോക്ടർ N രാധാകൃഷ്ണൻ എന്നിവർക്കും ഓണററി ബിരുദം ലഭിച്ചു. ലഹരി മാഫിയ അടിച്ചമർത്തി സംസ്ഥാനത്തെ മയക്കുമരുന്ന് വിപണനത്തിന് അറുതി വരുത്താൻ കേരള പോലീസ് രൂപം നൽകിയ സമഗ്ര കർമ്മ പദ്ധതി ഓപ്പറേഷൻ തുഫാൻ, ദ നാർക്കോ ഹണ്ട്. രാജ്യാന്തര വനിതാ 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി നേടിയത് പാകിസ്ഥാൻ താരം ഫാത്തിമ സന. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് സിംഗിൾസ് ജേതാവ്. പുരുഷ വിഭാഗം കാർലോസ് അൽക്കാരസ് സ്പെയിൻ താരം. റണ്ണറപ്പ് നൊവാക് ജോക്കോവിച്ച് സെർബിയൻ താരം.